അല്ലാഹുവിന്റെ പേരിൽ പാരീസിൽ സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തിയ ആൾ പിടിയിൽ. 3 സ്ത്രീകളെയാണ് ഇയാൾ ആക്രമിച്ചത്. ആക്രമിക്കപ്പെട്ടവരിൽ ഒരാൾ ഗർഭിണിയുമാണ്. അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ആക്രമണം നടത്തിയത് എന്ന് ഇയാൾ പറയുന്നു. അക്രമിയെ നാട്ടുകാർ ഓടിച്ചിട്ട് പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നുവെന്ന് ഫ്രാൻസ് ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചു. ഐസൺ ജോസ് വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഐസൺ, ഈ ഫ്രാൻസിൽ തുടർച്ചയായി ജിഹാദികൾ ഇത്തരം അക്രമങ്ങൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് IS പോലെയുള്ള സംഘടനകൾ അടുത്ത കാലത്ത് വ്യാപകമായ അക്രമം നടത്തിയ ഒരു രാജ്യമാണ് ഫ്രാൻസ്. ഇപ്പോൾ പാരീസിൽ എന്താണ് സംഭവിച്ചത്? മാത്രമല്ല, ഈ സ്ത്രീകളെ, പ്രത്യേകിച്ചൊരു ഗർഭിണിയെ ഉൾപ്പെടെ ആക്രമിച്ച ശേഷം ഇതൊക്കെ അള്ളാഹു പറഞ്ഞിട്ടാണ് ചെയ്തതെന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. ഗൗതം, ഇതെല്ലാം താൻ ചെയ്തിരിക്കുന്നത് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ്, അള്ളാഹുവാണ് അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാണ് ഈ കുറ്റകൃത്യത്തെ ന്യായീകരിക്കുന്ന രീതിയിൽ ഇയാൾ ചില വാചക കസർത്തുകളൊക്കെ നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരു മൽപ്പിടുത്തത്തിലൂടെ നാട്ടുകാരെല്ലാവരും ചേർന്ന് ഇയാളെ കീഴടക്കുകയായിരുന്നു. പോർട്ട് ക്ലീഷിയിലാണ് ഈ ആക്രമണം നടന്നത്. തെരുവിലൂടെ ഓടി നടന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തെരുവിലൂടെ ഓടി നടന്ന് കയ്യിൽ 2 കരുക്കത്തികളുമായി കണ്ടവരെ എല്ലാം ആക്രമിക്കുന്ന ഒരു രീതിയായിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളെ തന്നെ ലക്ഷ്യം വെച്ചുള്ള ഒരു ആക്രമണം തന്നെയാണ് നടത്തിയത്. 3 സ്ത്രീകളെ ആക്രമിക്കുകയായിരുന്നു. അതിലൊരു സ്ത്രീ ഗർഭിണിയാണ് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അത്തരത്തിലുള്ള വിശദാംശങ്ങളും പുറത്തു വരുന്നുണ്ട്. സ്ത്രീകളെ ആക്രമിക്കുന്ന ഒരു നീക്കം നടത്തി അതിനുശേഷം തുടർച്ചയായി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ പരിസരത്ത് തന്നെയുള്ള ആളുകൾ സംഘം ചേർന്ന് അദ്ദേഹത്തെ പിടികൂടുകയായിരുന്നു. ഇയാളെ പിടികൂടിയതിന് ശേഷം ആ പിടികൂടിയ അവസ്ഥയിലാണ് അയാൾ ഇത്തരത്തിലുള്ള ചില ജൽപ്പനങ്ങളൊക്കെ നടത്തിയത്. അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എത്തിയതെന്നും അള്ളാഹുവാണ് ആക്രമിക്കാൻ നിർദ്ദേശിച്ചതെന്നുമുള്ള ഒരു വാചകങ്ങളൊക്കെ ഇയാളുടെ ഭാഗത്തു നിന്ന് പുറത്തു വരികയായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന് നേരിട്ട് ഏതെങ്കിലും ഒരു ഭീകര സംഘടനയുടെ ആക്രമണമായോ അല്ലെങ്കിൽ ഒരു സംഘടിത ആസൂത്രിത ആക്രമണമായോ ഒന്നും തന്നെ പ്രാഥമികമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണ്, അല്ലെങ്കിൽ പ്രാഥമികമായ ഒരു വിവരങ്ങളൊന്നും തന്നെ ഫ്രാൻസ് ആഭ്യന്തരമന്ത്രി ലൊറാൻ ന്യൂസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടി ചില സൂചനകൾ കൃത്യമായും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 10-12 വർഷമായി ഫ്രാൻസിൽ പല രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഇസ്ലാമിക ഭീകരരുടെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അത്തരത്തിൽ ആക്രമണങ്ങൾ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പല രീതിയിലുള്ള ആക്രമണങ്ങളുണ്ട്. പല സ്ഥലങ്ങളിലായി പല വിഷയങ്ങളുണ്ടാകുന്നുണ്ട്. യഹൂദർക്ക് നേരെ പോലും ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ തുടർച്ചയായ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുന്ന ഒരു റാഡിക്കലൈസേഷനെ ഫ്രാൻസിലെ തന്നെ യുവാക്കൾ അല്ലെങ്കിൽ നിരവധി യുവാക്കൾ വിധേയരാകപ്പെടുന്നു അല്ലെങ്കിൽ ഇരയാക്കപ്പെടുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയായി ഇതിനെ നിരീക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് തന്നെയായാലും നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് പോർട്ട് ക്ലീഷിയിൽ ഈ ആക്രമണം നടത്തിയ ആൾ 3 പേരെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അത്ര മാരകമായ മുറിവല്ല എങ്കിൽ കൂടി ആഴത്തിലുള്ള മുറിവാണ് ഏറ്റിരിക്കുന്നത് എന്നും അതെല്ലാം സ്ത്രീകളാണെന്നും ഗർഭിണികളാണെന്നുമുള്ള അതീവ ഗൗരവമുള്ള വിഷയം നിലനിൽക്കുന്നുണ്ട്. ഇതിനെല്ലാം കാരണം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം താൻ നടത്തിയ ആക്രമണമാണ് എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ കൃത്യമായ ഒരു റാഡിക്കലൈസേഷൻ്റെ സ്വഭാവമുണ്ട്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭീകരവാദത്തിലേക്ക് യുവാക്കളെ ആകർഷിക്കുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ, ചിട്ടയായ പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നീക്കത്തിൻ്റെ ഒരു ആസൂത്രണം അതിന് പിന്നിൽ കാണാനുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമുണ്ട്. അതുതന്നെയാണ് ഫ്രാൻസ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയും. ഗൗതം. ഓക്കെ, ഐസൺ, എന്തായാലും ഫ്രാൻസിൽ വീണ്ടും ഇസ്ലാമിസ്റ്റുകളുടെ അതിക്രമം പൊതുസമൂഹത്തിന് നേരെ ഉണ്ടാവുകയാണ്. അള്ളാഹു പറഞ്ഞിട്ടാണ് എന്ന പേരിൽ 3 സ്ത്രീകളെ ഒരു ഇസ്ലാമിസ്റ്റ് ആക്രമിച്ചിരിക്കുകയാണ്. ഇയാളെ നാട്ടുകാർ ഓടിച്ചിട്ട് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം ആരംഭിച്ചു എന്നാണ് ഫ്രഞ്ച് ആഭ്യന്തരമന്ത്രി മാധ്യമങ്ങളെ അറിയിച്ചത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ആണ് ചേർന്നത്.